ഹായ്, വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും വിജയിക്കണം, അതുപോലെ തന്നെ അധികാര കസേര വീണ്ടും ഞങ്ങളുടെ കയ്യിലേക്ക് തിരിച്ചു വരണം എന്നുള്ള രീതിയിൽ വി.ഡി. സതീശനും സംഘവും കൂടി ചേർന്ന് കൃത്യമായൊരു PR വർക്ക് കേരളത്തിനകത്ത് നടത്തുന്നുണ്ട് എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ NDTVയുമായി കൂട്ടുപിടിച്ച് NDTVയിലൂടെ ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF പ്രതീക്ഷിക്കാത്ത മിന്നും വിജയം സാധ്യമാക്കുമെന്ന തരത്തിലുള്ള ചില വാർത്തകളല്ല, അതിനെ പബ്ലിക് റിയാക്ഷനും അതുപോലെ തന്നെ ഒരു സർവേ റിപ്പോർട്ടൊക്കെ ആയിട്ട് അവർ പുറത്തുവിടുന്നുണ്ട്. കൃത്യമായി പറയാം, ഇത് വി.ഡി. സതീശൻ്റെ ഒരു PR വർക്കാണ്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകും എന്ന തരത്തിൽ വരെ അവരൊരു പബ്ലിക് ഒപ്പീനിയൻ, ഒരു സർവേ റിപ്പോർട്ട് അവർ സൃഷ്ടിച്ചെടുക്കുന്നുണ്ട്. വി.ഡി. സതീശന് വേണ്ടിയിട്ട് വി.ഡി. സതീശനെ എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ വി.ഡി. സതീശൻ്റെ PR ടീമും കൂടി ചേർന്ന് നടത്തുന്ന ഒരു ഒത്തുകളിയാണ് ഇതെന്നുള്ളതിൽ യാതൊരു സംശയമല്ല. ഇപ്പോഴിതാ രമേശ് ചെന്നിത്തലയോട് ഇത്തരത്തിലൊരു ചോദ്യം വരുന്നു. NDTV പുറത്തുവിട്ട ഈ സർവേ ഫലത്തിൽ UDF കൃത്യമായിട്ട് അധികാരത്തിൽ വരികയും വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കുകയും ചെയ്യും എന്ന് കൃത്യമായൊരു സർവേ ഫലം പുറത്തു വന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് രമേശ് ചെന്നിത്തലയോട് മാധ്യമങ്ങൾ ചോദിക്കുന്നൊരു സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തല സത്യത്തിൽ വി.ഡി. സതീശന് ട്രോളിക്കൊണ്ട് പറഞ്ഞ ആ മറുപടി നിങ്ങൾ കേട്ടിരിക്കണം. കൃത്യമായി അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന PR തന്ത്രങ്ങൾ, കോൺഗ്രസിൻ്റെയും വി.ഡി. സതീശൻ്റെയും ഒക്കെ PR തന്ത്രങ്ങൾ എന്താണെന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ആ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. അതൊക്കെ ചുമ്മാ വെറുതെ വേണ്ട, എന്റെ പേരില്ലാതെ വളരെ നന്നായി. കാരണം എന്റെ പേരില്ലാതെ വളരെ നന്നായി. കാരണം ഇതെല്ലാം ആളുകൾക്ക് വേറെ ജോലി ഇല്ലാഞ്ഞിട്ട് ഓരോരുത്തർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. ഇതൊന്നും ഒരു കാര്യമുള്ള പാർട്ടിക്ക് പാർട്ടിയുടേതായ സിസ്റ്റം ഉണ്ട്. അല്ലാണ്ട് ഞങ്ങൾ അങ്ങനെ സർവേ ഇത് ഓരോ താല്പര്യം അനുസരിച്ച് ഓരോരുത്തർ ഇറക്കുന്നതാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ ഇതിന് കോൺഗ്രസ് പ്രസ്ഥാനമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. കൃത്യമായിട്ട് വി.ഡി. സതീശൻ PR ടീമുമായി സെറ്റ് ചെയ്തു അവർ കൃത്യമായിട്ടുള്ളൊരു ധാരണയിലൂടെ മുന്നോട്ട് പോയി അവരെടുക്കുന്ന ചില തീരുമാനങ്ങളാണ്. ആ തീരുമാനങ്ങളാണ് സത്യത്തിൽ ഇത്തരത്തിൽ ഒരു PR വർക്കായിട്ട് കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രി വി.ഡി. സതീശനാണെന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ്. NDTVയുടെ ഇത്തരത്തിലുള്ളൊരു സർവേ റിപ്പോർട്ട് പുറത്തു വരുമ്പം കുറഞ്ഞതൊരു 100 പേര് ആ റിപ്പോർട്ട് കാണുന്നുണ്ടെങ്കിൽ, ആ വാർത്ത ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു 10 പേരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു സംശയം വരും. ഇനിയിപ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പോകുന്നത് കോൺഗ്രസ് ആയിരിക്കും, അല്ലെങ്കിൽ വി.ഡി. സതീശൻ, നമ്മുടെ വോട്ട് പാഴാക്കേണ്ട വി.ഡി. സതീശന് കൊടുത്തേക്കാം, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർക്ക് കൊടുത്തേക്കാം, കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കൊടുത്തേക്കാം എന്നൊരു തോന്നൽ വരും. ഈ തോന്നൽ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിൽ കോൺഗ്രസ്സുകാരും ഇതുപോലെ തന്നെ ഇവരൊന്നും വികസന പ്രവർത്തനങ്ങൾ ചെയ്യുകയോ ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള വ്യക്തിത്വങ്ങളൊന്നുമല്ല. കൃത്യമായി പല സാഹചര്യങ്ങളും നമുക്ക് തെളിവായി ഇവരുടെ പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങൾക്ക്, വ്യക്തിപരമായിട്ടുള്ള വിജയങ്ങൾക്ക് വേണ്ടിയിട്ട് രാഷ്ട്രീയത്തെ ഉപയോഗിക്കുന്ന, കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഉപയോഗിക്കുന്ന കേവലം നേതാക്കന്മാർ മാത്രം, അധികാര കുതിയന്മാരായ നേതാക്കന്മാർ മാത്രമാണിത്. അപ്പോൾ ഒരു കാര്യം തറപ്പിച്ച് പറയുകയാണ്, ഇതൊക്കെ PR വർക്കാണ്. NDTVയുമായിട്ട് ഇവർ ഒത്തുചേർന്ന് കളിക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവർ തമ്മിൽ കളിച്ച് ഇത്തരത്തിൽ എങ്ങനെയെങ്കിലും വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കി വി.ഡി. സതീശനെ വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവരണം, കോൺഗ്രസിനെ അധികാരത്തിലേക്ക് കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്ന ഒരു പ്രത്യേകതരം ആൾക്കാരുടെ ഇടപെടലാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള PR വാർത്തകളെന്നും PR സർവേ ഫലങ്ങളെന്നും നമ്മൾ മനസ്സിലാക്കേണ്ട സാഹചര്യം ഞാൻ പറഞ്ഞില്ല, അതിക്രമിച്ചിരിക്കുകയാണ്. എന്തായാലും ശരി, വി.ഡി. സതീശൻ്റെ ഇത്തരത്തിലുള്ള PR വർക്കുകളൊന്നും ഇനി ജനങ്ങൾ ഉൾക്കൊള്ളാൻ പോകുന്നില്ല. കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് വെറും ഉടായിപ്പാണ്, അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഇത്തരം PR വർക്കുകളിലൂടെ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ. രമേശ് ചെന്നിത്തല തന്നെ പൊളിച്ചടുക്കി കൈ കൊടുത്തിട്ടുണ്ട്. അതായത് NDTVയുടെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുമെന്നും UDF അധികാരത്തിൽ വരുമെന്നും പറയുന്ന ഈ സർവേ ഫലങ്ങൾ അത് കൃത്യമായി വി.ഡി. സതീശൻ്റെ പ്ലാനിങ്ങിലൂടെ PR തന്ത്രമാണെന്ന് കൃത്യമായി കോൺഗ്രസ്സുകാർ തന്നെ, കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ, പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ പൊളിച്ചടുക്കി കൈ കൊടുത്തിരിക്കുന്ന സാഹചര്യമാണ് കടന്നു പോയിരിക്കുന്നതെന്ന് കൃത്യമായി പറഞ്ഞു വയ്ക്കാം.